എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ മാർച്ച് 8-ാം തീയതി വനിതാ ദിനമായിട്ട് നമ്മൾ ആഘോഷിച്ചു പോന്നിരുന്നു. ലോകമെമ്പാടും രാജ്യമെമ്പാടും സംസ്ഥാന വ്യാപകമായിട്ടും ജില്ലാതലങ്ങളിലും ഒക്കെ വൈവിധ്യങ്ങളാർന്ന രീതിയിൽ വനിതാ ദിനം കൊണ്ടാടുകയും അതിൻ്റെ ആശയവിനിമയങ്ങളൊക്കെ വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല രീതികളിലും നമ്മൾ സമൂഹത്തിൽ വനിതകളായി വിജയം കൈവരിച്ചിട്ടുള്ളവരെ ആദരിക്കലുണ്ടായിരുന്നു, അവരുടെ ആശയങ്ങൾ പകർന്നു കൊടുക്കലുണ്ടായിരുന്നു, ഒരുപാട് മോട്ടിവേഷൻസ് ഉണ്ടായിരുന്നു അല്ലേ, ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെ, സാമൂഹിക മാധ്യമങ്ങളിലൂടെ, പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടും വായിച്ചിട്ടുമൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഏതായാലും ആഘോഷങ്ങളും ആരവങ്ങളും ഒക്കെ ഒഴിഞ്ഞ സമയത്ത് എൻ്റെ ചാനലിലൂടെ ചെറിയൊരു ആശയം വനിതാ ദിനത്തെക്കുറിച്ചിട്ടൊരു മെസ്സേജ് പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ നമ്മൾ ഓരോരും ഒരു ജന്മം സ്വീകരിച്ചിരിക്കുന്നത് കർമാനുസാരേണയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സ്ത്രീ ജന്മം നമുക്ക് ലഭിക്കുക എന്നുള്ളത് വളരെയധികം ശക്തിമത്തായിട്ടുള്ള ഒന്നാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. 84 ലക്ഷം യോനികളിലൂടെ വ്യത്യസ്ത ജന്മങ്ങൾ പൂണ്ടതിന് ശേഷമാണ് ഒരു മനുഷ്യനായിട്ട് നാം ജനിക്കുന്നത്. അതിൽ തന്നെ പരിവർത്തനത്തിന് അനന്ത സാധ്യതയുള്ളതും കർമ്മപ്രക്ഷാളനം വളരെയധികം എളുപ്പത്തിൽ സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിശിഷ്ട ജന്മമാണ് സ്ത്രീയുടെ എന്നുള്ളത്. അപ്പോൾ സ്ത്രീ എന്നുള്ള പദം സൂക്ഷിച്ചാൽ അതിൽ 3 വാക്കുകളുണ്ട്, 3 അക്ഷരങ്ങളുണ്ട്. സ ത ര. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സത്വ രജ തമോ ഗുണങ്ങൾ, ത്രിഗുണങ്ങളാണത്. ഈ 3 ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ വ്യത്യസ്ത രീതിയിൽ വൈകാരികമായിട്ട് തലങ്ങളിൽ പ്രതികരണ ശേഷിയൊക്കെ അല്പം ഏറി നിൽക്കുന്ന ഒരു ജന്മമാണ് സ്ത്രീയുടേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വികാരപരമായിട്ട് ഒരുപാട് പ്രതികരണങ്ങളൊക്കെ സ്ത്രീകൾക്ക് സംഭവിക്കാറുണ്ട്. അവളെ ജനനം മുതൽ മരണം വരെയുള്ള കാലഘട്ടത്തിൽ ഒരുപാട് തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള വ്യതിയാനങ്ങളിൽ കൂടെ കടന്നു പോവുകയാണ്. ആ സമയത്ത് മാനസികമായിട്ടുള്ള ഭാവങ്ങളിലും ഒത്തിരി വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഓരോ കാലഘട്ടങ്ങളിലും. ഇതെല്ലാം തന്നെ നമ്മുടെ പരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വളരെയധികം ശക്തിയുള്ള ഒരു ജന്മമാണ്. അപ്പോൾ നമ്മുടെ സ്ത്രീയായി ജനിച്ചത് നമ്മുടെ സത്വത്തെ നമ്മൾ ഉൾക്കൊണ്ട് അക്സെപ്റ്റ് ചെയ്ത് അതിൽ സന്തോഷമായിട്ട് അതിൽ പൂർണ്ണതയൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് നമ്മുടെ ജീവിതം അർത്ഥവത്തായിട്ട് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരുപാട് മേഖലയിൽ ഭൗതിക തലത്തിൽ നോക്കുമ്പോൾ ഒരുപാട് മേഖലകളിൽ വിജയം കൈവരിച്ച സ്ത്രീകളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ കടന്നു വന്നിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്നുമൊക്കെ മനസ്സിലാക്കിയെടുത്തിട്ടുള്ള ഒരു തിരിച്ചറിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള റോളുകൾ കൈകാര്യം ചെയ്യാൻ കെൽപ്പുള്ള ആളുകളാണ് സ്ത്രീകൾ. നമ്മൾ ഒരു ജോലിയിലിരിക്കുമ്പോൾ അതിൻ്റേതായ ഉത്തരവാദിത്തം ഉണ്ടാവും. നമ്മൾ വീട്ടിലെ ഒരു മകളാണ്, മരുമകളാണ്, ഏട്ടത്തിയമ്മയാണ്, ചേച്ചിയാണ്, കുഞ്ഞു മോളാണ്, അങ്ങനെ അല്ലേ പല റോളുകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എനിക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു മിസ്റ്റേക്ക് പിന്നീട് ഞാനത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്താണ്, അതൊന്ന് ഷെയർ ചെയ്താൽ ആരെങ്കിലും കേൾക്കുന്നവർക്കുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ്. എന്താ വെച്ചാൽ, നമ്മൾ ഒരു റോളിൽ ഇരുന്നു കൊണ്ട് അതേ ഭാവത്തിൽ നമ്മൾ ഇതര റോളുകൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മളൊരു വീട്ടിലാവുമ്പോൾ വീട്ടിലത്തെ കാര്യങ്ങൾ ആ റോളിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. അതേസമയം നമ്മളൊരു ജോലിയുടെ ഭാഗമായിട്ടിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു റോളിൽ അത് കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ഉയരുക. അങ്ങനെ നമ്മൾ ഒന്നിനും മടി വേണ്ട. നമുക്ക് എല്ലാം ഇപ്പോൾ സൃഷ്ടിയുടെ ഉൽപ്പത്തി തന്നെ നോക്കൂ, ശക്തി സ്വരൂപിണിയായ മായാദേവിയിലൂടെയാണ്. അപ്പോൾ ചലിക്കുന്നൊരു ബോധം എന്നൊക്കെ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് അറിയില്ല. ഏതായാലും അത്രയും പവർഫുള്ളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നമ്മളിവിടെ ലിംഗസമത്വം അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പുരുഷനാണെങ്കിലും സ്ത്രീ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഈശ്വരൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. അപ്പോൾ രണ്ടും 2 എൻറ്റിറ്റീസ് ആയിട്ട് തന്നെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും അല്ലേ. ഇപ്പോൾ സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ ക്വാളിറ്റീസ് ഗുണങ്ങളുണ്ട്, പുരുഷന് പുരുഷൻ്റേതായ ക്വാളിറ്റീസ് ഗുണങ്ങളുണ്ട്. അപ്പോൾ രണ്ടും 2 രീതിയിൽ നമ്മൾ ഉൾക്കൊള്ളാൻ നമുക്കൊരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. ഒരുപാട് എല്ലാ കാര്യങ്ങളും നമ്മൾ സമത്വം ഒരേ ഫീച്ചേഴ്സ് വെച്ചിട്ട് നമ്മൾ അതിന് തുലനം ചെയ്യാൻ നോക്കിയാൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല റോളുകളും നമുക്ക് ചെയ്യാൻ ശക്തിയുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ മൾട്ടി ടാസ്കിംഗ് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഒന്നിലും വിമുഖതയില്ലാതെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ജീവിത സാഹചര്യങ്ങളായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കി അത് പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്ത് അതിൽ നമുക്ക് മുന്നോട്ട് പോകാൻ എന്തെല്ലാം ഒരു സ്ത്രീയായി ഇരിക്കെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച്
ഇപ്പോൾ നമുക്കൊരു വിളക്കായിട്ട് നമുക്ക് പ്രകാശിക്കാനും സ്വയം പ്രകാശിക്കാനും മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുവാനും ഒക്കെ അത്രയും ശക്തിയുണ്ട് സ്ത്രീക്ക്. മഹാലക്ഷ്മികളാണ് ശരിക്കും നമ്മളെല്ലാവരും അല്ലേ. പക്ഷേ ഈ മഹാലക്ഷ്മിയുടെ ഭാവം അല്ലെങ്കിൽ ഗുണം നമുക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ ആചരണം നമുക്ക് ഉണ്ടാവണം, സാധന നമുക്ക് ഉണ്ടാവണം. അപ്പോൾ അതിനൊരു ചിട്ടയായിട്ടുള്ള ഒരു ജീവിത രീതി നമുക്ക് ഉണ്ടാവണം. ഇപ്പം ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരുപാട് വെസ്റ്റേൺ സംസ്കാരം അഡോപ്റ്റ് ചെയ്യാനുള്ള വ്യഗ്രത ഒന്ന് ഒഴിവാക്കിയിട്ട് നമ്മുടെ സനാതനധർമ്മം, നമ്മുടെ സംസ്കാരം, ഭാരതീയ സംസ്കാരമൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളിൽ കൂടെയൊക്കെ കുറച്ച് ക്ഷമയോടുകൂടെ അതൊക്കെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ, പാലിക്കാൻ ഒക്കെ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യത്തിനും പുരുഷൻ്റെ ഈക്വൽ ആകണമെന്ന് വാശി പിടിക്കാതെ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ജീവിതത്തിലൊരു ചിട്ട കൊണ്ടുവരിക, നമ്മൾ സ്വയം വിളക്ക് എരിഞ്ഞാലാണ് അത് കത്തി പ്രകാശിക്കുള്ളൂ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ച് ടഫ് തന്നെയാണ്. പക്ഷെ അത് നമ്മൾ ഓരോരുത്തരും ചെയ്യാനുള്ള ശക്തി നമുക്കുണ്ട്, ഇൻബിൽട്ടായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ അങ്ങനെയാണ്. അപ്പോൾ നമ്മളത് ഉപയോഗിച്ചിട്ട് വിളക്കായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ വെളിച്ചത്തിൽ തിളങ്ങും അല്ലേ. അത്രയും ഊർജ്ജം നമുക്കുണ്ടെന്ന് സ്വയം തിരിച്ചറിയാം. ചില സമയങ്ങളിൽ ഡൗൺ ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. എന്തായാലും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും നമ്മളെ സഹായിക്കുന്ന നമ്മുടെ പാരൻസ്, അങ്ങനെ നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് കൂടെ ഉള്ള ആളുകളോട് അവരോട് കൂടെ അവരുടെ സ്നേഹവും ഒക്കെ പങ്കിട്ടിട്ട് നമുക്ക് കുറേയും കൂടെ നമ്മളെ തന്നെ മികച്ചതാക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഉള്ളിലെ ഗുണങ്ങളാണ് ശരിക്കും ആദ്യം നമ്മൾ പരിവർത്തനപ്പെടാൻ ശ്രമം ചെയ്യേണ്ടത്. അപ്പോഴേ നമുക്കൊക്കെ മഹാലക്ഷ്മികളായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ഈശ്വരൻ്റെ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരിക എന്നുള്ളതിന് കുറച്ച് മെനക്കെടുണ്ട്, കുറച്ച് ശ്രമകരം തന്നെയാണ്. പക്ഷെ വൺസ് നമ്മളത് ബോധപൂർവം ശീലിച്ച് നമ്മളിൽ ആ ഗുണങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമായിട്ടും വളരെ മൂല്യവത്തായിട്ടും ഈ വന്ന പർപ്പസ് ഭൂമിയിൽ എന്തിനാണ് സ്ത്രീയായിട്ട് വന്നത് ആ കാര്യം നമുക്ക് കറക്റ്റായിട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ബാക്കി എല്ലാ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ന് വേണമെങ്കിലും നമ്മളിൽ നിന്ന് അകന്ന് പോകാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കാതെ നമ്മുടെ ഉള്ളിലെ ഗുണങ്ങൾ നമുക്ക് ശരിയാക്കാൻ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതിലേക്കൊക്കെ ഫോക്കസ് ഒന്ന് കൊണ്ടുവന്ന് വളരെ ശ്രദ്ധാപൂർവം ജീവിക്കാം. എല്ലാ കാര്യങ്ങളിലും നമുക്ക് ജീവിതത്തിന് ലഭിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നന്ദി ഉണ്ടാവുക. നമ്മളായിട്ടിരിക്കാൻ നമ്മളെ തന്നെ നമ്മൾ സഹായിക്കുക എന്നുള്ളതാണ്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ. പക്ഷെ നമുക്ക് വേണ്ടി ഉള്ള വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ ജീവിതത്തിൽ എല്ലാ ദിവസവും കണ്ടുപിടിച്ച് അതിൽ തൃപ്തി ഉണ്ടാക്കി മുന്നോട്ട് പോകണം. എല്ലാവർക്കും അതിനൊക്കെ സാധിക്കട്ടെ എന്നാണ് ഈശ്വരനോട് പ്രാർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ഇമോഷണൽ സപ്പോർട്ട്, മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട് നമുക്ക് വേണ്ടത് തന്നെയാണ് ജീവിതത്തിൽ. പക്ഷേ മനസ്സിലാക്കുന്നത് മനുഷ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ മനുഷ്യബന്ധങ്ങളിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അതും ടെമ്പററിയാണ് അല്ലേ, അതും മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഈശ്വരനുമായിട്ടുള്ള ആ ഒരു ബന്ധം തീവ്രമാക്കുകയാണെങ്കിൽ അത് മാത്രമായിരിക്കും. നമ്മൾ വന്നത് അവിടെ നിന്നാണ്, തിരിച്ചു പോകുന്നതും അവിടേക്കാണ്. അപ്പോൾ ആ ഒരു ബന്ധം, ഈശ്വരനുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ആ കണക്ഷൻ നമ്മൾ കീപ്പപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ഊർജ്ജസ്വലരായിട്ട് നമുക്ക് നമ്മുടെ ഈ ജീവിതം, ഈ കിട്ടിയിട്ടുള്ള കുറച്ച് സമയ ഭൂമിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, അത് വളരെ 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 ഫ്രൂട്ട്ഫുള്ളായിട്ട് നമുക്ക് ജീവിച്ച് തീർക്കാൻ സാധിക്കും. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വനിതാ ദിനം പലപ്പോഴും ആ ദിവസം മാത്രം ആശയങ്ങളൊക്കെ അതിൽ മാത്രം ഒതുങ്ങിക്കൂടാറുണ്ട്. അങ്ങനെയല്ല, ഇതൊരു നിരന്തര ശ്രമമാണ്. അപ്പോൾ എല്ലാം നമുക്ക് ദേവിയിൽ നമ്മുടെ പ്രപഞ്ചശക്തിക്ക് മുന്നിൽ സമർപ്പിച്ച് ഈശ്വരീയ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കാം. അപ്പോൾ എല്ലാ മഹാലക്ഷ്മികൾക്കും, എല്ലാ മഹാലക്ഷ്മികളെ ഉണ്ടാക്കാൻ ശ്രമം ചെയ്യുന്ന കുടുംബങ്ങൾക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.